ഹലോ ലോയ്റ്റ് ഈ ടോയ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിണ്ടാവും ഗൈസ്. ഞാൻ ഇപ്പോഴും ഞാപ്പുവിന്റെ വീട്ടിൽ തന്നെയാണ്. ഈ ടോയ്സ് എല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കുട്ടികളുണ്ടെന്ന്. ഒന്നുമല്ല, ഇതെല്ലാം അളിയന്റെ ടോയ്സ് ആണ് ഗൈസ്. രാവിലെ എണീറ്റ് ഉടനെ കബോർഡ് തുറന്ന് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന എസ്പ്രസ്സോ. എന്നാൽ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തു. അവിടെ നോക്കുമ്പോൾ ഒരു കോഫി മെഷീൻ ഇരിപ്പുണ്ട്. സാധനം അതിനകത്ത് സെറ്റ് ചെയ്തു, ഓണാക്കി നോക്കിയപ്പോൾ നല്ല കിഡിലൻ കോഫി ഇങ്ങനെ വരുന്നത് കണ്ടു. കിടിലനായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. കുടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ ഒടുക്കത്തെ കയ്പ്. ഞാൻ വിചാരിച്ചു സ്റ്റാർബക്സ് ഒക്കെ അല്ലേ സൂപ്പർ ആയിരിക്കും എന്നുള്ളത്. അയ്യോ, ഇതാണ് ഗൈസ് സിംഗിൾ എസ്പ്രസ്സോ. പാല് വേണം ഗൈസ്. എസ്പ്രസ്സോനെ നമുക്ക് പതുക്കെ ലാറ്റയാക്കി മാറ്റാം. പാൽ ചായ. ചായ അല്ല, കാപ്പിയാ. ഇച്ചിരി പാൽ ഒഴിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഇത് നല്ലതാ. നല്ലതാന്നൊക്കെ. എനിക്ക് ആ പാൽ ഒഴിച്ചിട്ടും വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അപ്പവും പിന്നെ മപ്പാസായിരുന്നു, ചിക്കൻ മപ്പാസ്. അപ്പം നല്ല ചൂടോടെ ഇങ്ങനെ ചുട്ടിടുന്ന കാരണം 3-4 പോയത് അറിഞ്ഞതേ ഇല്ല വയറ്റിലോട്ട്. പിന്നെ രാവിലെയാണ് മധുരമൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും ഇല്ലല്ലോ. തലേ ദിവസം കസ്റ്റർഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. പിന്നെ അന്ന് അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ രാവിലെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതെടുത്ത് കഴിക്കാനായിട്ട്. വണ്ടിയിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കണ്ടപ്പോൾ എന്റെ നെഞ്ചൊന്ന് കലങ്ങി. ഞങ്ങൾ രണ്ടുപേരും ജീവനോടുകൂടെ അൽക്കോർ മോളിൽ എത്തിച്ച സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടത്. നല്ല അടിപൊളിയായിട്ട് വണ്ടിയും പാർക്ക് ചെയ്തിട്ടോ. എന്തായാലും അതൊരു ഓർമ്മയ്ക്കായി ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. ചുമ്മാ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു കട കണ്ട ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുറമേന്ന് തന്നെ അകത്തോട്ട് കയറിയപ്പോൾ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ പൂക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഡെയ്സോ എന്ന് പറഞ്ഞ ഒരു ജപ്പാൻ സ്റ്റോർ ആണ്. അതിനകത്ത് തന്നെ നമ്മുടെ ലബൂപൂ അതുപോലെ തന്നെ കുറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, പട്ടിക്കിടുന്ന ഡ്രസ്സ് വരെ ഉണ്ട് അവിടെ. ഡ്രസ്സ് മാത്രമൊന്നും അല്ല, കുറെ ഐറ്റംസ് ഉണ്ട്. പെറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെക്ഷൻ ഉണ്ട്. അതിന് വേണ്ട ടോയ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ കണ്ടോ, കുഞ്ഞു കുഞ്ഞു എലികളാണ് നമ്മുടെ പൂച്ചയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഉള്ളിൽ കുറേ നേരം കറങ്ങി കിടന്നു. നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മടുത്ത് കഴിഞ്ഞപ്പോൾ നേരെ MRIയിലേക്ക് പോയി. MRIയുടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ പുറത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ചായ കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അവരുടെ ഗീ കേക്ക് നല്ലതായിരുന്നു, സമൂസ നല്ലതായിരുന്നു. പക്ഷേ ഏറ്റവും അടിപൊളി ചായ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിപ്പിൻ്റെ വീഡിയോ പിടുത്തം സഹിക്കാൻ വയ്യാതെ കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളെ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത് പിന്നെ കണ്ടന്റ് വേണ്ടേ ഗൈസ്. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാസ്കിൻ റോബിൻസിലോട്ടാണ് പോയത്. ഒരു സ്വീറ്റ് ക്രേവിങ്സ് വന്നു. അപ്പം തന്നെ അവിടെ ചെന്ന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സീറോ എടുക്കുന്ന 2 ഫ്ലേവേഴ്സ് തന്നെയാണ് എപ്പോഴും മേടിക്കുക. ഒന്ന് പ്രലാൻസൻ ക്രീമും ഒന്ന് സ്ട്രോബെറി ചീസ് കേക്കും. രണ്ടും നല്ല അടിപൊളി ഫ്ലേവറാണ്. എംലാക് സൺഡേ ആയിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് കാരണം ടോപ്പിംഗ്സ് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യായിരുന്നു. ഒരെണ്ണത്തിൽ സ്ട്രോബെറി ടോപ്പിങ്ങും മറ്റേതിനകത്ത് ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജാണ് ചൂസ് ചെയ്തത്. അതൊരു ബാഡ് ഡിസിഷൻ ആയിരുന്നു. ഭയങ്കര മധുരമായിരുന്നു. ആ ചോക്ലേറ്റ് ടോപ്പിംഗ് ഇട്ട സാധനം എൻ്റെ പൊന്നോ മധുരം കാരണം മട്ടിച്ചു പോയി. 2 സ്പൂൺ എടുത്തപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ഞങ്ങൾ തീർത്തു, അത് വേറെ കാര്യം. പക്ഷെ ബാക്കി ആ സ്ട്രോബെറി ഇട്ടിട്ടുള്ള ആ സാധനം കിടിലോസ്കി ആയിരുന്നു. ഉള്ള മൊത്തം റീലും കണ്ടുകൊണ്ട് മിലാഫ് കോള വേണം എന്ന് പറഞ്ഞ് കുറേ കടയിൽ തപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് കിട്ടിയത് ഫൈനലി. അത് ഡേറ്റിന്റെ എക്സ്ട്രാക്ട് വെച്ചുണ്ടാക്കുന്ന ഒരു കോള ഓൾട്ടർനേറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. അത് സാധാ ഒരു കോള അത്ര തന്നെ. പിന്നെ വേറെ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിബി വീഡിയോ എല്ലാ സാധനത്തിന്റെയും വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. മിനി ടാക്കീസ് എന്ന് പറയുന്ന ഒരു ചിപ്സ് പോലത്തെ എന്തോ ഒരു സാധനമായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളതാ മെക്ഡൊണാൾഡ്സിൽ പോയി അളിയൻ്റെ കൂടെ. അവിടുത്തെ ഡ്രൈവ് ത്രൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. ഇവിടുത്തെ ഐസ്ക്രീം കുറച്ചും കൂടെ എനിക്ക് തോന്നി നാട്ടിലത്തേനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളത്. അങ്ങനെ 2 ദിവസം ചേച്ചിയുടെ അളിയൻ്റെ കൂടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ദോഹയിലോട്ട് പോയി. അവിടുന്ന് ഡാഡിനെയും മമ്മീനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോവാണേ. അങ്ങനെ ഒരു ലോഡ് ഫുഡ് ഐറ്റവും ക്യാമ്പിംഗ് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ അൽബക്രയിലോട്ട് പോവാണ്. ബാക്കിൽ ഞാനാട്ടോ ഇരിക്കുന്നത്. ഈ കണ്ട സാധനങ്ങളുടെ ഇടയിൽ എന്നെ ഞെരുക്കി ഇരുത്തിയിട്ടാണ് അവർ പോകുന്നത്. ചെന്ന ഉടനെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ ചാർക്കോൾ കത്തിക്കാട്ടോ ചെയ്തത്. സാധാരണ എല്ലായിടത്തും ചാർക്കോൾ കത്തിപ്പിടിക്കാനാണ് സമയം എടുക്കാറ്. നല്ല കാറ്റുണ്ടായിരുന്നതുകൊണ്ടും പിന്നെ അളിയൻ്റെ ഇങ്ങനത്തെ ഒരു ബ്ലോ ടോർച്ച് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ ആ പരിപാടി ഈ സമയം തന്നെ നമ്മൾ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച്. ഇത് നമ്മുടെ ഫോൾഡബിൾ ചെയർ ആണ് ഡാഡി മമ്മി ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഒരു പായൊക്കെ വിരിച്ച് അതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ വെച്ചു. പിന്നെ ഒരു ടെന്റ് കെട്ടി. 2 ഉണ്ടായിരുന്നു, പക്ഷെ 1 കെട്ടി. പഴയ പാട്ടിലെ പോലെ തന്നെ നമ്മുടെ ബാലഗോപാലിനെ അത് എണ്ണ തൂത്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഓരോ തവണ എണ്ണ ബ്രഷ് ചെയ്ത് മൊരിച്ചെടുക്കും, പിന്നെ വീണ്ടും മസാല തേക്കും, മൊരിച്ചെടുക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. നല്ല സ്പൈസി മസാലയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആവണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ. ഇനിയും ബ്രഷ് ചെയ്യണോ? എനിക്ക് ഓർമ്മയില്ല. ബാർബിക്യൂ മാത്രം കഴിച്ചാൽ ശരിയാവില്ലല്ലോ. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മുളക് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും അത് കഴിക്കാറുണ്ട്. അത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഇതേ മസാലയും എണ്ണയും തേച്ച് തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തു. ചിക്കൻ ചൂടാക്കി മാറ്റി വെച്ച ആ സമയത്ത് തന്നെ ബ്രെഡും പൊറോട്ടയും കൂടെ അതിൻ്റെ പുറത്ത് വെച്ച് മൊരിച്ചെടുത്തു. പക്ഷേ ആ ഗ്യാപ്പിൽ ഒരാളൊന്ന് ഗ്യാപ്പ് ഷോട്ട് അടിക്കണം കണ്ടോ ഗൈസ്. ഒരു ചിക്കൻ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിരുന്ന് സൈഡിൽ നിന്ന് ആരും കാണാതെ കഴിക്കുമായിരുന്നു മമ്മി. അങ്ങനെ ഫൈനലി ആ ലോങ് വെയിറ്റിന് ശേഷം സാധനം റെഡി ആയിട്ടുണ്ട്. ചിക്കനും അതിൻ്റെ കൂടെ ഒരു സവോള സാലഡും കുബൂസും പിന്നെ മയനസ് വേറെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ റെഡ് സോസും ഉണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനായിട്ട് നല്ല വൈബായിരുന്നു.
കാറ്റായിരുന്നു. ആ കാറ്റൊക്കെ കൊണ്ട് കടൽ നോക്കിയിരുന്ന് ഫുഡ് കഴിക്കും കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഒരു കാപ്പി അത് നിർബന്ധമായിരുന്നു, കാരണം നല്ലപോലെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടെന്റിലും കാറിലും പായലൊക്കെ ആയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. നോക്കുമ്പോൾ ഇതാ കള്ളം കൊച്ചുണ്ടി രാവിലെ പണിക്ക് ഇറങ്ങുന്ന പോലെ മമ്മി തലയിൽ കൂടെ പുതപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുന്നു. മമ്മി വന്നത് എന്തായാലും നന്നായി. ആ കോഫി മഗ് എവിടെ ഇരിക്കണമെന്ന് അറിയാതെ ഞങ്ങൾ എല്ലാവരും തപ്പി നടക്കുമായിരുന്നു. മമ്മി വന്നോടെ സാധനം കിട്ടി. രാവിലെ എനിക്ക് തന്നെ ഒരു കോഫി കുടിക്കാൻ പറ്റി. പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത കാലത്ത് കണ്ട് ഏറ്റവും ബെസ്റ്റ് സൺറൈസ് ആയിരുന്നു അന്ന്. മറ്റേ ഗോൾഡൻ അവർ എന്നൊക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ ഇടാറില്ല. ഇപ്പോഴാണ് സാധനം എന്താണ് എനിക്ക് പിടികിട്ടിയത്. സാധാരണ ഞങ്ങൾ രാവിലെ ഈ സമയമൊന്നും കാണാറേ ഇല്ല. അങ്ങനെ സൺറൈസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോകാനുള്ള പ്ലാനിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വൈബ് എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് നല്ലൊരു ഫീൽ ആയിരുന്നു. അവിടെ ഞങ്ങൾ മാത്രമൊന്നുമല്ലായിരുന്നു കേട്ടോ, രാത്രി കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് രാവിലെ സൺറൈസ് കാണാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഒരു അടിപൊളി വീക്കെൻഡ് ആയിരുന്നു. സോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ do like, share and subscribe.